ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് നേതാക്കൾ വ്യക്തിപരമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആസാം എടുത്തു കഴിഞ്ഞാൽ പ്രഫുല്ലകുമാർ മൊഹന്ത 25ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അസ്സാം ഗണ പരിഷത്തുണ്ടാക്കി, ആസാമിൽ വലിയ കലാപമുണ്ടാക്കി, ആസാം കലാപകാരികളുടെ നേതാവായി വന്ന് വളരെ കൃത്യമായി അദ്ദേഹം ഭരിക്കാൻ കഴിഞ്ഞു. അണ്ണാ ഹസാരെ തുറന്നുവിട്ട അഴിമതി വിരുദ്ധ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ സമരത്തിലൂടെ ഡൽഹിയിൽ ഉണ്ടായി വന്ന നിർഭയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്കുണ്ടായ അപകടവും ഡൽഹിയിൽ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും അവിടുത്തെ ട്രാൻസ്പോർട്ട് ചാർജുമൊക്കെ കൂട്ടിയതിൻ്റെ ഭാഗമായി വലിയ തോതിലുണ്ടായ സമരത്തിൻ്റെയൊക്കെ നായകനായി ഉയർന്നു വന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായി. ഒരു ഘട്ടത്തിൽ കേരളത്തിലും ആം ആദ്മി പാർട്ടിയൊക്കെ വലിയ ഹൈപ്പുണ്ടാക്കുമെന്നുള്ള തോന്നലുണ്ടാക്കി. ഇതാ ഇന്ത്യയിൽ BJPയെ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാൾ വരുന്നു, ഹരിയാനയിൽ, പഞ്ചാബിൽ, അങ്ങനെ ഇന്ത്യ മുഴുവൻ പിടിക്കാൻ അരവിന്ദ് കെജ്രിവാൾ വരുന്നു എന്നൊരു ഹൈപ്പ് നമ്മളിവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരുപാട് സാഹിത്യകാരന്മാരും പ്രൊഫസർമാരും അതുപോലെ കുറേ പല പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നവരൊക്കെ കുറേ അധികം ആളുകൾ ആം ആദ്മി പോവുകയും ചെയ്തു. പക്ഷേ ഈ ഞാൻ പറഞ്ഞ അസ്സാം ഗണ പരിഷത്തായാലും ആം ആദ്മി ആയാലും എല്ലാം ബലൂണിൽ തീർത്ത ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ആയിപ്പോയി. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലില്ല. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാനില്ല, ഒരു പ്രസ്താവന പോലും കേൾക്കാനില്ല, എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയാനില്ല. ഇത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ചു കാലമായി CPMന് അപജയം സംഭവിച്ച മുതൽ ബംഗാൾ കടുവയായി വന്ന, ബംഗാൾ പുലിയായി വന്ന ആളാണ് മമതാ ബാനർജി. അവരുടെ നേരിട്ടുള്ളൊരു പ്രസംഗം ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. ഇത്രയും കരിസ്മാറ്റിക്കായി, ഇത്രയും വൈബ്രൻ്റായി, ഒരു താൻസി റാണി പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വളരെ വൈബ്രൻ്റായിട്ടാണ് അവർ അന്ന് CPMനെ വലിച്ചു കീറുന്ന കണ്ടത്, കേട്ടതും കാണുകയും ചെയ്തു. പേടിച്ചു പോയി. ഇങ്ങനെ ഒരു സ്ത്രീക്ക് പറയാൻ കഴിയുമോ? അന്ന് CPM ഭരിക്കുന്ന കാലത്താണ്, ചെറിയ സമയത്തല്ല. അന്ന് മമതാ ബാനർജിക്ക് ഭരണമില്ല. ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിക്കുന്ന സമയത്താണ്. ഞാനൊരു ഔദ്യോഗിക പരിപാടിക്ക് അവിടെ പോയപ്പോൾ സമയം കിട്ടിയപ്പോൾ ഇവരുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി, യാദൃശ്യമായി. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ പാരമ്പര്യമുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും വലിയ പാരമ്പര്യമുള്ള പങ്കനാടാണ് ബംഗാൾ. ആ പാരമ്പര്യമുള്ള നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും വരൾച്ചയും വെള്ളപ്പൊക്കമൊക്കെ അവരെ വല്ലാതെ ഉലച്ചു, ആ ഒരു സമൂഹത്തെ. അവിടെയാണ് സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പരാജയപ്പെടുന്നത്. സിദ്ധാർത്ഥ ശങ്കർ റേ പരാജയപ്പെടുമ്പോഴാണ് വിദേശ രാജ്യത്ത് പോയി പഠിച്ച് വലിയ ഡിഗ്രികളും എടുത്തു വന്നിട്ടുള്ള രാജകുടുംബത്തിന് തുല്യമായ, രാജകുടുംബമല്ല അതിന് തുല്യമായ ഉന്നത സമുദായത്തിൽ ജനിച്ചിട്ടുള്ള, മതത്തിൽ ജാതിയിൽ ജനിച്ചിട്ടുള്ള ജ്യോതി ബസു സോഷ്യലിസം പറയാൻ ഇറങ്ങിയപ്പോൾ ജനങ്ങളിൽ വേറിട്ടൊരു ചിന്ത വന്നു. ഇവിടെ EMSും അച്യുതമേനോനും MN ഗോവിന്ദൻ നായരും അടക്കമുള്ള അന്നത്തെ വരേണ്യവർഗം ആളുകൾ, VT ഭട്ടതിരാജനെ പോലുള്ളവർ പൂണൂലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കമ്മ്യൂണിസം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഒരു ജനതയുണ്ടായി ഇവിടെ എന്ന് പറഞ്ഞവരെ ജ്യോതി ബസുവിനെ കേൾക്കാൻ ആളുകളുണ്ടായി. മൂടിച്ചൂടാ മന്നനായി ദീർഘകാലം അദ്ദേഹം മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയായി. അതിനെ എല്ലാം കടപുഴക്കിക്കൊണ്ടാണ് മമതാ ബാനർജി വന്നത്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ പോക്ക്, ഇന്നലെ തന്നെ അവർ കാണിച്ച ലോഹ അബദ്ധം ഒരു PR വർക്കായി. 10-35 വർഷമായി അവർ സുപ്രീം കോർട്ട് ഈ മേലങ്കി അണിഞ്ഞിട്ട്, ഗൗൺ അണിഞ്ഞിട്ട് വക്കീലിൻ്റെ, എന്നിട്ട് അവർ ചാടിക്കയറി സുപ്രീം കോടതിയിൽ വാദിക്കാൻ പോയി. അവിടെ തോറ്റുപോയില്ലേ, ഇനി വിധി പിന്നെ വരും, അത് വേറെ വിഷയം. പക്ഷെ അവർ വാദിച്ചതിൽ വളരെ 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് വാദിക്കാൻ പിന്നെ കഴിഞ്ഞില്ല. അപ്പുറത്തെയുള്ള ആളുകൾ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരും അപ്പുറത്തുള്ളവരും വളരെ നല്ല രീതിയിൽ ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തിനാണ് ഈ PR വർക്ക് ചെയ്യുന്നത്? എന്തായാലും മമതാ ബാനർജി വലിയ തോതിലാണ് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 300-ൽ താഴെ സീറ്റുകളുള്ള ബംഗാളിൽ 75-ലധികം സീറ്റുകളുമായി BJP ശക്തമായ ഒരു സാന്നിധ്യം അവിടെ കാണിച്ചിട്ടുണ്ട്. BJP ഇപ്രാവശ്യം അധികാരത്തിൽ വന്നാലും അത്ഭുതമില്ലെന്നില്ല, അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഒരുപാട് പ്രീ പോൾ സർവേകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്.
നിരവധി ഹിന്ദി ചാനലുകളുടെ പ്രീ പോൾ സർവേ, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ BJP ശക്തമായി നേടും എന്നാണ് പറയുന്നത്. CPM ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ ഓഫീസിലെ സകലതും, കഴക്കോടക്കമുള്ള സകലതും ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച വളരെ ദയനീയമായി CPMനോട് സംഭവിച്ചു. പക്ഷേ DYFIയുടെ രൂപത്തിൽ, മഹിളാ സംഘത്തിന് അസോസിയേഷൻ രൂപത്തിൽ, CPMൻ്റെ രൂപത്തിൽ ചെറിയ ഒരു ചലനം അവിടെ ഗ്രാമങ്ങളിൽ വീണ്ടും CPM തിരിച്ചു വരുന്ന ചലനങ്ങൾ നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ തിരിച്ചു വരവിൻ്റെ പാതയിൽ അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. എന്നാൽ വളരെ വലിയ ബൂമിങ്ങാണ് അവിടെ BJP ചെയ്യുന്നത്. വലിയ മുന്നേറ്റമാണ് BJPക്ക് അവിടെ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുമ്പോൾ മമതാ ബാനർജി സ്വയം കുഴിച്ച കുഴിയിൽ കുറച്ചു കാലം നീണ്ടു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും പ്രഫുല്ലകുമാർ മോഹന്തയൊക്കെ ചെറിയ പീരീഡാണ്, ഒരു 5 വർഷത്തെ പീരീഡാണ് കൊണ്ട് വീണെങ്കിൽ ഇത് കുറച്ചുകൂടെ നീണ്ടു പോയി. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാൻ കോട്ടടിച്ച, സാരി അടിച്ച, അല്ലെങ്കിൽ സാരി വാങ്ങിയ, കോട്ട് വാങ്ങിയ മമതാ ബാനർജി അതിദയനീയമായി രാഷ്ട്രീയത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ബംഗാൾ വാർത്തകൾ പറയുന്നത്. എന്തായാലും ബംഗാളിൽ മമതാ ബാനർജിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ബംഗാളിൻ്റെ രാഷ്ട്രീയം ചുവപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മമതയുടെ രാഷ്ട്രീയത്തിലേക്ക് പോയെങ്കിൽ അത് കാവ്യ രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്നാണ് പുറത്തുനിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോ കേരളത്തിലുള്ള ആളുകളോ അത്തരത്തിൽ ഇതിനെ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായ മറ്റൊരു വിഷയമാണ്. കുംഭമേള നടന്നപ്പോൾ സിന്ധു സൂര്യകുമാർ അടക്കം, ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അടക്കം അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ നടന്ന കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് 10 പേര് പോലും പോയില്ല, ലിറ്ററസി ഉള്ള നാടായതുകൊണ്ട് ആരും പോയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതേ കുംഭമേളയുടെ ചെറുപതിപ്പ് മഹാമാഘം എന്ന് പറഞ്ഞ് കേരളത്തിൽ നടക്കുന്നു. ഞാൻ കുംഭമേളയും മഹാമാഘയും പറയാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചലനങ്ങൾ, പുതിയ രീതികൾ എല്ലാവരും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നു, ബംഗാളിൽ സംഭവിക്കുന്നു. എന്തായാലും പശ്ചിമ ബംഗാളിൽ മമതയുടെ നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദയനീയമായ പരാജയത്തിലേക്കാണ് മമതാ ബാനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉയർന്നു വരുന്നത് BJP ആണ് എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. വലിയ ടാർഗറ്റാണ് BJP വച്ചിട്ടുള്ളത് ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ. ആ ടാർഗറ്റിൽ മമതാ ബാനർജി കടപുഴകി ഒഴുകുമോ, അതോ വീണ്ടും അവർ ഫീനിക്സിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുമോ? ഇപ്പോൾ അവർ ഭരണത്തിലുണ്ട്, പക്ഷേ അവരുടെ ഗ്രാഫ് അനുദിനം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ കോടതിയിലെ പെർഫോമൻസ് വെച്ച് പറയുമ്പോഴും അവരുടെ ഗ്രാഫ് താഴെ തന്നെയാണ്. ആ ഇടം വീണ്ടും BJP കൈക്കലാക്കുകയാണെങ്കിൽ കാലത്തിൻ്റെ മറ്റൊരു കാവ്യനീതി, അതായത് കോൺഗ്രസിൽ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി, മമതാ ബാനർജിയിൽ വന്നു, തൃണമൂൽ കോൺഗ്രസിലെത്തി, നേരെ BJPയിലേക്ക് പോകുന്ന വേറൊരു കാഴ്ചയാണ് അവിടെ നിന്ന് വരാനിരിക്കുന്നത്.